Yes, അപ്പൊ ഇനി നമ്മൾ ഷെയർ സ്ക്രീൻ ഇടട്ടെ. ചെയ്തോ. ഇപ്പൊ ഹോസ്റ്റ് ആരാണ് ഇപ്പൊ? മാഡം തിരിച്ചങ്ങോട്ട് തന്നെ ഹോസ്റ്റ് ആയിക്കോളൂ. വേണ്ട, ഗോകുൽ സാർ തന്നെ ചെയ്തോ. ആണോ? ഗോകുൽ സാറാണ് ഹോസ്റ്റ്. ഗോകുൽ സാർ കീപ്പ് ചെയ്താൽ നല്ലതാണ്. ലാപ്ടോപ്പിലല്ലേ സാർ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റെക്കോർഡിംഗ് ഓൺ അല്ലേ? റെക്കോർഡിംഗ് ഓൺ ആണ്. ലൈവ് യൂട്യൂബ് ഓൺ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യണം. ഇനി കഴിഞ്ഞ ഉടനെ റെക്കോർഡിംഗ് ഓഫ് ആക്കണം. അത് ചെയ്യാം. സെഷൻ കഴിയുമ്പോഴാണ് റെക്കോർഡിംഗ് ഓഫ് ആക്കിയത്. ഓക്കെ ഓക്കെ. വാല്യൂസിന് മുൻപായിട്ട്. മാഡം ഓർക്കുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യണം. അതെ, ഓർപ്പിക്കാം. റെക്കോർഡിംഗ്. ഐ ഫോർഗെറ്റ് ടു റിമെമ്പർ എന്നുള്ളൊരു ലൈനല്ലേ? പുഷ്പലത മാം പറഞ്ഞോളൂ. ടെനി സാറിനോട് സംസാരിച്ചോളൂ. സാർ പറഞ്ഞാൽ മതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ. ഇപ്പൊ ഞാനത് ഷെയർ സ്ക്രീൻ കൊടുത്തിരിക്കുകയാണ്. കണക്ട് ചെയ്തോളൂ. ആയി വരുന്നുള്ളൂ. സ്ക്രീൻ വരുമ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഹലോ. ഇതില് ഇതെടുത്ത് സ്ലൈഡ് എടുത്ത് അത് ഓഫ്. എന്റെ ഓഡിയോ വീഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കാവോ? അല്ല മ്യൂട്ട് ചെയ്തേക്കാവോ? ഇത് കിട്ടുന്നില്ല, ഒന്ന് എടുക്കട്ടെ കേട്ടോ. 2-3 മിനിറ്റ്.
ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? ടെന്നി സാർ സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ക്ലിയർ ആണ്, വോയിസ് ക്ലിയർ ആണ്. ഈ സ്ക്രീൻ ഒന്ന് പിന്നെ നമ്മളെ സ്ലൈഡ് ഷോയിലേക്ക് മാറ്റിക്കോളൂ. ഓക്കെ, ഫൈൻ ഫൈൻ. ഇനി പുഷ്പലത മാമുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടൈം ഒന്ന് സെറ്റ് ചെയ്തു. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്, ഇറ്റ്സ് ക്ലിയർ 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 ആണ് അല്ലേ? ഓക്കെ, എന്നാൽ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഏത് വീഡിയോ? അത് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓൺ ചെയ്യട്ടെ. അല്ല അല്ലാതെ അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ മാഡം, ടൈം സ്റ്റാർട്ട് ചെയ്താലോ? ചെയ്യാം. സൗണ്ട് ഒക്കെ ഓഡിബിൾ അല്ലേ? എങ്ങനെയുണ്ട് വോളിയം കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണ്, പക്ക പക്ക. ഓക്കെ ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരു വാം ഗുഡ് ഈവനിങ്. ഞാൻ സംസാരിക്കും. സാർ ഒറ്റ മിനിറ്റ്, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളെ പിന്നെ ഈ ജഡ്ജിങ് പാനൽ ഒന്ന് സെറ്റ് ആക്കണമായിരുന്നു. ഓക്കെ, 1 മിനിറ്റ്. നമ്മുടെ ജഡ്ജിങ്ങിന് നമ്മുടെ ഏരിയകൾ എന്തൊക്കെയായിരുന്നു? വോയിസിൽ ആരൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്? ഞാനുണ്ട്, ഗോകുൽ സാർ ഉണ്ട്, അഷ്റഫ് പെടന്ന സാർ ഉണ്ട്, ജാസ്മിൻ മാം ആണ്. ഓക്കെ, ഉണ്ടല്ലോ അല്ലേ? പിന്നെ അടുത്തത് ഒരു സ്ട്രക്ചറിന് ശ്രീജിത്ത് സാറ് കേൾക്കുന്നുണ്ടോ? ശ്രീജിത്ത് സാറ്, ഞാന്, പിന്നെ വേറെ ആരാണ്? വേറെ ആരാണ് സ്ട്രക്ചറിനുള്ളത്? ആരെങ്കിലും ഉണ്ടോ? അബ്ദുറഹീം സാർ. സസ്ന മാം സ്ട്രക്ചറാണ്. ഇനി വേറെ ഏരിയകളുള്ളത് കണ്ടന്റ്. ബോഡി ലാംഗ്വേജിൽ ആരൊക്കെയാണുള്ളത്? ഷിബി രജി മാം ഉണ്ട്, പുഷ്പലത മാം ഉണ്ട്, പുഷ്പലത മാം ഉണ്ടോ? ഷിബി രജി മാം, റഹീം റഷീദ് സാർ. അല്ല, ഇവിടെ സാറില്ല. പിന്നെ കോണ്ടന്റില് ഞാനുണ്ട്, പിന്നെ ഷർഷാദ്, ആഷിഖ്, ഇജാസ് സാറ്, രവീണ. ഞാനങ്ങനെ പോയി വരികയാണ്, എന്റെ നെറ്റ് വളരെ കുഴപ്പമില്ല, അത് ഓരോരുത്തർ ചെയ്തോളും. ഓക്കെ, ശരി. ഞാനൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൾക്കാർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താണ്, അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ, എല്ലാവർക്കും ഒരു വാം ഗുഡ് ഈവനിങ്. ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന പാലക്കാട് PC കമ്മ്യൂണിന്റെ ലീഡേഴ്സിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. മുജീബ് സാറിനും നാസർ സാറിനും സുനിൽ സാറും, പിന്നെ നമ്മളുടെ എല്ലാവരുടെയും മെന്ററായ ആഷിഖ് സാറിനോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ സെഷനിൽ നമ്മുടെ ടീമിലുള്ള ടീം ലീഡർ ഫൈസൽ സാർ, പിന്നെ ഫ്ലോർ മാനേജ് ചെയ്യുന്ന
ഹരിത മാഡം, ഗോകുൽ സാർ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന സസ്ന മാഡം, വോട്ട് ഓഫ് താങ്ക്സ് ഏറ്റിരിക്കുന്ന അഷ്റഫ് സാറിനോടെല്ലാം ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്തിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് കുറച്ച് വരുമാനം കൂടുതൽ ഉണ്ടാക്കാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എത്ര വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നു എന്നല്ല, അതിനേക്കാൾ പ്രധാനമാണ് വരുന്ന വരുമാനത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. സാധാരണക്കാർ പണത്തെ ഉപയോഗിക്കുന്നു, സമ്പന്നർ പണത്തെ ചെലവഴിക്കുന്നു എന്ന് പറയാറുണ്ട്. സാമ്പത്തികമായിട്ട് പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഫിനാൻസ് ശരിയായിട്ട് അവർക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു പരിചയക്കുറവ് കൊണ്ടാണ്. ഇങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള ഈ പ്രായോഗിക പരിശീലനം നമുക്ക് സ്കൂളുകളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്നും അത് കിട്ടുന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ച ഇത് കണക്കിലൊക്കെ നമ്മൾ സൈൻ കോസ് തീറ്റ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലെയുള്ള പ്രായോഗികമായ പരിശീലനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്ക് എത്ര നല്ലതായിരിക്കും. എപ്പോഴും പണം ഉണ്ടാക്കാൻ അറിയുന്നവരുടെ അടുത്ത് പണം ഉണ്ടാവുകയും അത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരുടെ അടുത്ത് അത് നിലനിൽക്കുകയും ചെയ്യും എന്ന് പറയാറുണ്ട്. കിട്ടുന്ന വരുമാനം എത്ര ചെറുതായാലും വലുതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. എത്ര വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ഉണ്ടാക്കുന്ന വരുമാനത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഞാനൊരു സിനിമയുടെ ഡയലോഗിലേക്ക് പോവാണ്. 5 തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാനുള്ള സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണോ? ഇത് MT വാസുദേവൻ നായരുടെ ദയ എന്ന പ്രശസ്തമായ കഥയെ ആസ്പദമാക്കി ദയ എന്ന പേരിൽ തന്നെ മഞ്ജു വാര്യർ അഭിനയിച്ച ഒരു സിനിമയിലെ ഡയലോഗാണ്. അതിസമ്പന്നനായ പിതാവ് മരിച്ച് 1 വർഷത്തിനകം എല്ലാം ദൂർത്തടിച്ച് കടം കയറി മുടിഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന രാജകുമാരന്റെ റോളിലുള്ള മകൻ അദ്ദേഹത്തിന്റെ കാര്യസ്ഥനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം മുകളിൽ കേട്ടത്. അപ്പൊ കാര്യസ്ഥന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: 5 തലമുറയ്ക്ക് സമൃദ്ധിയായി കഴിയാനുള്ള സ്വത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷേ വിവേകത്തോടെ ഉപയോഗിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതെ, എത്ര കോടി രൂപ നമ്മൾ മക്കൾക്ക് കൊടുത്താലും അത് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ അവർ കടക്കെണിയിൽ പെടുക തന്നെ ചെയ്യും. മക്കൾക്ക് സ്വത്ത് മാത്രം നൽകിയിട്ട് കാര്യമില്ല, അത് കൈകാര്യം ചെയ്യാൻ കൂടി നമ്മൾ അവരെ പഠിപ്പിക്കണം. ഉള്ള പണം വിവേകത്തോടെ ചിലവാക്കാനും നിക്ഷേപിക്കാനും ഉള്ള പരിശീലനം, അതാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്പത്ത്. ആ അറിവ് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ആ അറിവുണ്ടെങ്കിൽ ജീവിതത്തിൽ അവർ ഒരിക്കലും പണത്തിനായിട്ട് ക്ലേശിക്കില്ല. വിവേകത്തോടെ കാര്യങ്ങൾ സമീപിക്കും, സന്തോഷത്തോടു കൂടി ജീവിക്കും. ഇനി സാമ്പത്തിക മണി മാനേജ്മെന്റിൽ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യം നമ്മളുടെ ക്യാഷ് ഫ്ലോയെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്താണ് ക്യാഷ് ഫ്ലോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾക്കുള്ള വരുമാനത്തിന്റെ ഒരു കണക്ക് നമ്മൾക്ക് എപ്പോഴും വേണം. അപ്പൊ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെക്കണം. അത് നമുക്കൊരു ബുക്കിനകത്താവാം, നോട്ട്ബുക്കിലാവാം, ഡയറിയിലാകാം, കമ്പ്യൂട്ടറിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. അപ്പൊ ആ വരവ് ചെലവ് എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ നമ്മൾക്കൊരു വരവ് ചെലവ് എഴുതി വെച്ചാലാണ് നമുക്ക് നമ്മുടെ പൈസ എവിടെയാണ്, നമ്മൾ സമ്പാദിക്കുന്ന പൈസ എവിടെയാണ് പോകുന്നത്, അത് എവിടെയാണ് അത് ചെലവഴിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് അതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താനും പറ്റുള്ളൂ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ അതിന്റെ വരവ് ചെലവ് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെക്കണം.
പിന്നെ വരവ് ചെലവ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ കഴിവതും നമ്മൾ ആ കുടുംബങ്ങളിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി നമ്മൾ ഭാര്യ മക്കളുടെ എല്ലാം കൂടെ ഒരു സഹകരണം, അവരുടെ ഒരു അഭിപ്രായങ്ങളുടെ എടുത്തു ചെയ്യുന്നത് എപ്പോഴും ചെലവുകൾ ചുരുക്കാനും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും ഒത്തിരി സഹായിക്കും. പിന്നെ പൈസ നമ്മൾ ഉണ്ടാകുന്നതിന് നമ്മളെപ്പോഴും നേരത്തെ തൊട്ട് സമ്പാദ്യശീലം തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അത് കൂടുതൽ നാളുകൾ ഇൻവെസ്റ്റ് ചെയ്തിടണം. സമയം നേരത്തെ തുടങ്ങുക, കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിടുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പൈസയിൽ കോമ്പൗണ്ടിങ് എന്ന ഒരു അത്ഭുതം സംഭവിക്കും. അങ്ങനെയാണ് നമുക്ക് വെൽത്ത്, സമ്പത്ത് കൂടുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് നമുക്കിപ്പോൾ പ്ലേ ആകുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു കഥ പറയാം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവും ആ രാജാവിന്റെ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും രാജാവും മന്ത്രിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കും, ദിവസം ഓരോ കാര്യങ്ങൾ. അപ്പൊ ഒരു ദിവസം മന്ത്രി രാജാവിനോട് പറഞ്ഞു, രാജ്യത്ത് വളരെ ക്ഷാമം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള പ്രജകളെ സഹായിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൊട്ടാരത്തിൽ ഒരുപാട് ധാന്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, അത് നമ്മൾക്ക് എടുത്തു കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, ഈ ധാന്യം നമുക്ക് മാന്ദ്യം അല്ലെങ്കിൽ ക്ഷാമം നീണ്ടു നിന്നാൽ നമ്മൾ എന്താ ചെയ്യാം? അത് നമ്മൾക്ക് തന്നെ വലിയ പ്രോബ്ലം ആയിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ ധാന്യം ഇപ്പൊ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, മന്ത്രി പറഞ്ഞു, അത് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് മന്ത്രി പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, എന്നോട് തർക്കിക്കണ്ട, ധാന്യം ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, അത് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് പറഞ്ഞ് മന്ത്രിയോട് ദേഷ്യപ്പെട്ടു. മന്ത്രി ഒന്നും പറയാണ്ട് തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് മന്ത്രി വീട്ടിൽ ചെന്ന് ആലോചിച്ചപ്പോൾ മന്ത്രിക്ക് ഒരു ബുദ്ധി തോന്നി. അപ്പൊ മന്ത്രി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മന്ത്രി ഒരു ചാക്ക അരിയും കൊണ്ട് വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. അപ്പൊ നമ്മുടെ കൊട്ടാരത്തിലെ അരി റോട്ടിൽ അത് കൊണ്ടുവന്നതിന് ഇടയ്ക്ക് ചാടിപ്പോയതാണ്, ഞാനത് എടുത്തു കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് രാജാവിന് കൊടുത്തു. അപ്പൊ രാജാവ് പറഞ്ഞു, ഓ മന്ത്രി, നിങ്ങൾ ചെയ്ത് വളരെ നന്നായി, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ മന്ത്രി പറഞ്ഞു, രാജാവ്, അങ്ങനെയാണ് എനിക്ക് ഈ ചാക്കിൽ നിന്ന് 1 മണി അരി ഒരു ദിവസം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം, അടുത്ത ദിവസം അതിന്റെ ഇരട്ടി തരണം, അതിന്റെ അടുത്ത ദിവസം അതിന്റെ ഇരട്ടി തരണം. അങ്ങനെ എനിക്കൊരു 3 മാസം ത്തേക്കുള്ള അരി എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, ഓക്കെ, പ്രശ്നമൊന്നുമില്ല, 1 മണിയുടെ കാര്യമല്ലേ ഉള്ളൂ, 3 മാസം നിനക്ക് തരാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആദ്യത്തെ അരിമണി അപ്പൊ തന്നെ കൊടുത്തു. അടുത്ത ദിവസം മന്ത്രിക്ക് 2 അരിമണി കിട്ടി. 3-ാമത്തെ ദിവസം 4 എണ്ണം കിട്ടി. 4-ാമത്തെ ദിവസം 8 എണ്ണം കിട്ടി. അങ്ങനെ 3 മാസം ആയപ്പോ ഈ രാജാവിന്റെ കയ്യിലിരുന്ന മുഴുവൻ ധാന്യങ്ങളും മന്ത്രിയുടെ കയ്യിലേക്ക് എത്തി. അത് ഏകദേശം 100 മില്യൺ. 100 മില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ അരിമണി എന്നാണ് പറയുന്നത്. അത് ഏകദേശം 100 ലക്ഷം, നമുക്ക് പറയുന്നത് 1 കോടി അരിമണിയോളം അത് വന്നു 3 മാസം കൊണ്ട്. അത് അത്ര വലിയ ഇതായിട്ട് മാറി. അങ്ങനെ ആ അരിമണികൾ എടുത്ത് മന്ത്രി അത് രാജ്യത്തെ ആളുകൾക്കെല്ലാം വീതിച്ചു കൊടുക്കുകയും അപ്പൊ രാജാവിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ ആ ക്ഷാമത്തെ അവർക്ക് അതിജീവിക്കാനും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാജാവിനും കൊടുത്തു. അപ്പൊ ഈ അരിമണി ഈ ഓരോ ദിവസവും ഇത്ര ദിവസം കൊണ്ട് ഇത്ര വലുതായത് ഈ കോമ്പൗണ്ടിങ് എന്ന അല്പം വഴിയാണ്. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം കോമ്പൗണ്ടിങ്ങിന്റെ. 1000 രൂപ വെച്ച് നമ്മൾ 10 വർഷം 10% റിട്ടേണോട് കൂടി നമ്മളൊരു FD-ലോ എന്തെങ്കിലും ഇട്ടു എന്ന് വിചാരിക്കാം. അത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം ആവും. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയേക്കായും ഏകദേശം അതൊരു 1 ലക്ഷം രൂപയോളം കൂടുതൽ പൈസ ആ കോമ്പൗണ്ടിങ് വഴി ഉണ്ടാവുകയാണ്. അതാ ഇത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പൈസ അങ്ങനെ പെരുക്കുന്നത്. അപ്പൊ കോമ്പൗണ്ടിങ്ങിനെ ഒരു 8th വണ്ടർ ആയിട്ടാണ് ഐൻസ്റ്റീൻ പോലെ വലിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ ഈ പൈസ സമ്പാദ്യം കൂടാനായിട്ട് ഈ കോമ്പൗണ്ടിങ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി സാമ്പത്തിക ആസൂത്രണത്തിന്റെ ആദ്യത്തെ ഒരു ടിപ്പിലേക്ക് നമുക്ക് പോവാം.
അതിന്റെ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിന്റെ ചെലവുകളെ കുറിച്ച് കൺട്രോൾ ചെയ്യാന്നുള്ള. ഇപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പൊ ഒരു സാലറി ഒരു 25,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ ഒരു മിനിമം ഒരു 20% നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയ ഒത്തിരി നല്ലതാണ്. അപ്പൊ ഒരു 5,000 രൂപ സേവ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പൈസയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാവുള്ളൂ. ശമ്പളത്തിന്റെ ആദ്യമേ തന്നെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ബാലൻസ് പൈസയും കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതി ഒത്തിരി നല്ലതാണ്. സ്പെൻഡ് ഈ ചെലവ് ചെയ്യുന്ന ആളുകൾ പല തരത്തിലുണ്ട്. 3 തരത്തിലുള്ള ആളുകൾ പൊതുവെ ഉണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന് സ്പെൻഡേഴ്സ് എന്ന് പറയും. സ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗം കിട്ടുന്ന മുഴുവൻ അടിച്ചു പൊളിച്ച് എല്ലാം കൂടെ ചെലവാക്കുന്ന ആൾക്കാരെ നമ്മൾ സ്പെൻഡേഴ്സ് എന്ന് പറയും. ഉദാഹരണത്തിന് കിട്ടുന്ന ശമ്പളം മാസത്തിന്റെ ഒരു പകുതി ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർന്നിരിക്കും. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവര് കടമെടുത്തും കാര്യങ്ങൾ നടത്തി അങ്ങനെ കടത്തിൽ ജീവിക്കും. അവരാണ് സ്പെൻഡേഴ്സ്. പിന്നെ സേവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കിട്ടുന്ന പൈസ കുറച്ച് ബാക്കിയുള്ള പൈസ കുറച്ചെടുത്ത് സേവ് ചെയ്യും. വരവ് ചെലവൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് സേവ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ വേറെ വിഭാഗമാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് അവർ കുറച്ച് പൈസ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് അവരത് ഇൻവെസ്റ്റ് ചെയ്യും. അവരെ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അങ്ങനെ 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പലപ്പോഴും നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് 2 വഴികളുള്ളത്. ഒന്ന് നമുക്ക് നമ്മുടെ വരുമാനം കൂട്ടുക, വേറൊന്ന് നമ്മുടെ ചെലവുകൾ കുറയ്ക്കുക. ഇതാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഇങ്ങനെ 2 വഴികളുള്ളൂ. അപ്പൊ നമ്മളെല്ലാം ഓരോ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അതിനെ ആക്റ്റീവ് ഇൻകം എന്ന് വിളിക്കാം. ഇന്നത്തെ കാലത്ത് ചെലവുകളെല്ലാം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വരുമാന സ്രോതസ് ഉണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. അപ്പൊ ഈ ഒരു എക്സ്ട്രാ വരുമാനത്തിനായിട്ട് നമുക്ക് അതിനെ പാസീവ് ഇൻകം എന്ന് വിളിക്കാം. അതിന് പല ഇത് എക്സ്ട്രാ വരുമാനത്തിൽ പല ഏരിയകളുണ്ട്, അല്ലെങ്കിൽ പല സാധ്യതകളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഒരു വരുമാന സ്രോതസ് ഉണ്ടായിരിക്കുന്ന ഒത്തിരി നല്ലതാണ്. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. അതൊരു എക്സ്ട്രാ ഇൻകം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭർത്താവിന്റെ കൂടെ ഭാര്യയുടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഇൻകം ഡബിൾ ആവുക. അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ വളരെയധികം ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പൊ എന്തൊക്കെയാണ് എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കൊരു വെഹിക്കിൾ റെന്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കാറുണ്ട്, 1-2 കാറുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾക്ക് എപ്പോഴും അത് വലിയ ഉപയോഗം ഇല്ലെങ്കിൽ നമുക്കത് ഒരു ടാക്സി ഓടാനായിട്ട് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ച് വിടാം. അതിൽ നിന്നൊരു എക്സ്ട്രാ ഇൻകം നോക്കാം. മറ്റൊന്ന്, നമുക്കൊരു നമുക്കൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു വീട് വാങ്ങിക്കാം. ഇപ്പൊ പുഷ്പലത മാഡം നേരത്തെ ഒരു വീട് വാങ്ങിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഒത്തിരി നല്ല ഇൻവെസ്റ്റ്മെന്റുകളാണ്. റിട്ടയർമെന്റ് പൈസ ഒരു വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, നല്ല കാര്യം അത്. അതുപോലെ നമുക്ക് അതൊരു ഗോഡൌണിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗോഡൌണോ അല്ലെങ്കിൽ ഷോപ്പിലേക്കോ വേണം ഇൻവെസ്റ്റ് ചെയ്യാം, അത് വാങ്ങിക്കാം. ഈ ഷോപ്പ് ഗോഡൌണിന്റെ ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പോഴും നമുക്ക് മെയിൻ്റനൻസ് കുറവാണ്. അതിന് റെന്റുകൾ എല്ലാ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു ഇൻഫ്ലേഷൻ പ്രൂഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കരുതുന്നത് ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. കാരണം അത് എല്ലാ വർഷവും അല്ലെങ്കിൽ 3 വർഷം 5 കൊല്ലം കൂടുമ്പോൾ വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഷോപ്പ് ഗോഡൌണുകൾക്ക് എപ്പോഴും നമുക്ക് ചെലവ് കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി നല്ലതാണ്. വീട് നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ വീടിന്റെ ഡിമാൻഡ് പക്ഷേ ഷോപ്പ് പോലെ എപ്പോഴും ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന്റെ ലൊക്കേഷനും ആ ഏരിയ ഒക്കെ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഒരു സ്കൂളിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ അവിടെ എപ്പോഴും വീടിന് ഡിമാൻഡ് ഉണ്ടാവും. നല്ല ഇങ്ങനെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളുടെ അടുത്ത് വീടിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കാരണന്മാർ ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയമാണ്. അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും അടുത്തൊരു വീട് കിട്ടിയാൽ അവരുടെ വീടൊക്കെ വിട്ട് സ്കൂളിന്റെ അടുത്തേക്ക് താമസിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീടിന് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പൊ അതേസമയം ഒരു ഗ്രാമത്തിലെ ഉൾഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് റെന്റ് പോകണമെന്നില്ല. അതുപോലെ വരുമാനവും അവിടെ കുറവായിരിക്കും. അപ്പൊ അത് ഓരോ ഏരിയ അനുസരിച്ച് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. പിന്നെ അടുത്താണ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്.
ഈ ഷെയർസ് നമുക്ക് കമ്പനികളുടെ ഷെയർസ് നമുക്ക് വാങ്ങിക്കാം. ഈ ഷെയറുകൾ വാങ്ങിക്കുന്നത് എളുപ്പമാണ്, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആദ്യമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം. ഷെയർ വാങ്ങിക്കാനുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് പോലത്തെ ഒരു പരിപാടിയാണ് ഡിമാറ്റ് അക്കൗണ്ട്. അത് നമ്മളുടെ എല്ലാ പട്ടണങ്ങളിലും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചെന്ന പാൻ കാർഡും ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് തരും. ഈ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തതിന് ശേഷം ഈ ഷെയർ ബ്രോക്കർ വഴിയാണ് ഷെയർ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE, ഇങ്ങനെ മെയിൻ ആയിട്ട് ഇങ്ങനെ 2 എക്സ്ചേഞ്ചിൽ വഴിയാണ് നമ്മൾ ഷെയറുകൾ വാങ്ങിക്കുന്നത്. ഈ ഷെയറുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോങ് ടേമിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത് ഷെയർ ഇൻവെസ്റ്റ്മെന്റുകളാണ്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇൻഫോസിസ് കമ്പനി 80s സ്റ്റാർട്ട് ചെയ്തത്. ഇൻഫോസിസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർക്ക്, കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് അതിൻ്റെ 100 ഷെയറോ അങ്ങനെ അതിന് കൊടുത്തിരുന്നു. അന്ന് ആ 100 ഷെയറിന് 10 രൂപ വെച്ചാണ് ഒരു ഷെയറിന്റെ മുഖവാല്യൂ 10 രൂപയാണ്. 100 ഷെയർ 1000 രൂപയാണ് അതിന്റെ വാല്യൂ. അത് ഈ ഇത്രയും വർഷം കൊണ്ട്, ഈ 20-25 വർഷം കൊണ്ട് ആ 1000 രൂപ ഏകദേശം 1 കോടി രൂപയുടെ മൂല്യത്തിലേക്ക് ഉയർന്നു. അന്ന് ചെയ്ത ആ ഇൻഫോസിസിലെ കമ്പനിയുടെ 1000 രൂപ ഷെയർ വാല്യൂ ഉള്ള ഷെയറിന്റെ ഇന്നത്തെ മൂല്യം ഏതാണ്ട് 1 കോടി രൂപയോളം വരും. അപ്പൊ ഇൻഫോസിസിന്റെ CEO ആയ നാരായണമൂർത്തി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കാർ ഡ്രൈവേഴ്സ് പോലും കോടീശ്വരന്മാരാണ്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ, അവരുടെ അന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് അത് അവർ വിൽക്കാണ്ട് വെറുതെ വെച്ചിരുന്നാൽ മതി. ഈ 25 കൊല്ലം കൊണ്ട് അത് ഇത്രയും പെരുക്കും. അത് കോമ്പൗണ്ടിങ് വഴിയാണ്. കോമ്പൗണ്ടിങ് മാത്രമല്ല, അതിനകത്ത് ആ ഷെയർ സ്പ്ലിറ്റും ഡിവിഡൻറ്റും അങ്ങനെ ഒരുപാട് ഈ 100 ഷെയർ പിന്നെ അനേക ഷെയറുകളായിട്ട് കമ്പനി ഡിവിഡൻറ്റ് കൊടുത്ത് വർദ്ധിപ്പിച്ചു. അതുപോലെ അതിന്റെ മൂല്യം ഒരുപാട് കൂടി. അതുകൊണ്ടാണ് അത് ഇത്രയും ആയിട്ട് പെരുക്കുന്നത്. എല്ലാ കമ്പനികളും അങ്ങനെയല്ല. അങ്ങനെ വളരെ നല്ല റിട്ടേൺ തന്ന ചുരുക്കം കമ്പനികളുള്ളൂ. അതൊന്ന് ഇൻഫോസിസും HDFC പോലെയുള്ള കമ്പനികളൊക്കെ ഒരുപാട് റിട്ടേൺ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെയുള്ള ഇങ്ങനെ കുറെ കമ്പനികളുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നമ്മുടെ സോപ്പുകൾ, അതുപോലത്തെ FMCG സാധനങ്ങളെല്ലാം അവരുണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു എവർഗ്രീൻ കമ്പനികളാണ്. അതുപോലെ സോഫ്റ്റ്വെയറിലും ഒത്തിരി കമ്പനികൾ ഒരുപാട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഷെയർസ് വാങ്ങിക്കുന്നത് നല്ലതാണ്. അതിൽ തന്നെ ഡിവിഡൻഡ്, ലാഭവിഹിതങ്ങൾ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭവിഹിതങ്ങൾ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോൾ ലാഭവിഹിതം തരുന്ന കമ്പനികളുണ്ട്. അപ്പൊ അതൊരു എക്സ്ട്രാ ഇൻകം, പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് കിടക്കും. പിന്നെ കമ്പനികൾ തന്നെ നമുക്ക് ഡിവിഡൻഡ് തരും. 100 ഷെയർ ഉള്ളവർക്ക് 5-6 കൊല്ലം കൂടുമ്പോൾ കമ്പനി പറയും 100 ഷെയർ ഉള്ളവർക്ക് വീണ്ടും 100 ഷെയർ ഫ്രീ ആയിട്ട് തരും. അങ്ങനെയാണ് ആ ഷെയറിലെ ഇൻകം നമുക്ക് പെരുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ടീച്ചിങ്. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് പല കാര്യങ്ങളും പഠിപ്പിക്കാം. ഇപ്പം നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലും നല്ലൊരു പരിപാടിയാണ്. അതുപോലെ CA, അതുപോലെ കുട്ടികൾക്ക് പുതിയ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് പഠിപ്പിക്കാം. അതുപോലെ വേറൊരു ഏരിയ ആണ് നമ്മളൊരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ആവുക. നിങ്ങളൊരു പർട്ടിക്കുലർ ഫീൽഡിലെ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അതിൽ നിന്നൊരു ഫീസ് വാങ്ങിക്കാം. അതാണ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. ഈവൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പരിപാടി പോലും നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഒരു ഭൂമി വെക്കുമ്പോൾ മിനിമം 2% കമ്മീഷൻ അതിന്റെ ബ്രോക്കർ കൊണ്ടുപോകും. അപ്പൊ 2% എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ടാണ്. അപ്പൊ നമുക്ക് 50 ലക്ഷം രൂപ ഉള്ള ഒരു ചെറിയ പ്ലോട്ട് വെക്കുമ്പോൾ തന്നെ 2% കമ്മീഷൻ കിട്ടുന്ന ആലോചിച്ച് നോക്കിയേ, എത്ര രൂപ അയാൾക്ക് കിട്ടുന്നത്? അയാളുടെ ആകെ ഇൻവെസ്റ്റ്മെന്റ് വല്ല 100-200 രൂപയുടെ ഫോൺ കോൾസാണ്. അപ്പൊ അത് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ബ്രോക്കറിംഗ് പരിപാടികൾ. അതിന് കുറച്ച് പരിചയങ്ങളും നമുക്ക് കണക്ഷൻസും സത്യസന്ധതയും ഒക്കെ വേണം. പിന്നെ അടുത്തത് നമുക്ക് ഇൻഷുറൻസ് മേഖല. ഇൻഷുറൻസിനെ കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് ഫീസ് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ചില പർട്ടിക്കുലർ ഐറ്റങ്ങൾ വിൽക്കാം. ഇപ്പോൾ പള്ളി പെരുന്നാളുകളിൽ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ നമുക്ക് ചെറിയ കടകൾ അല്ലെങ്കിൽ സെയിൽ നടത്താം. അല്ലെങ്കിൽ അതുപോലെ തന്നെ
വേറൊരു പരിപാടിയാണ്. ഇപ്പൊ പള്ളിപ്പെരുന്നാളിന് പകരമുള്ള വേറെ വലിയ പരിപാടിയാണ് എക്സിബിഷൻസിൽ സ്റ്റോൾസ് ഇടുക എന്നുള്ളത്. ഇപ്പൊ വനിത ഐസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ വലിയ ഇത് സിറ്റികളിലെ എക്സിബിഷൻസ് മനോരമ പോലെയുള്ള കമ്പനി നടത്താറുണ്ട്. അവർ 10 ലക്ഷം രൂപയോളം ചാർജ് ചെയ്യുകയാണ്. അപ്പൊ ഈ 10 ലക്ഷം രൂപ മുടക്കിയ അവർക്ക് അതിനുള്ള മെച്ചം ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ഈ 10 ലക്ഷം രൂപ മുടക്കി സ്റ്റോൾ എടുത്ത ആളുകള് അവിടെ 10, 80, 1 കോടി രൂപ വരെയുള്ള ബിസിനസ് അവർക്ക് അവിടെ ഈ 2 ആഴ്ച കൊണ്ട് കിട്ടുക. അത് എസ്പെഷ്യലി ഫർണിച്ചർ പോലെയുള്ള കാര്യങ്ങൾ. ഫർണിച്ചർ കടകൾ ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ചെയ്യുന്നത്. അപ്പൊ ഫർണിച്ചർ അവർക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടാവും. ഇതിന്റെ ഓർഡേഴ്സ് ഇവിടെ അവരോട് നല്ല ഓഫർ കൊടുത്ത് ബൾക്കായിട്ട് ഓർഡേഴ്സ് എടുക്കും, ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡേഴ്സ്. എന്നിട്ട് ഈ എക്സിബിഷൻ കഴിഞ്ഞിട്ടുള്ള 1-2 മാസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് സെയിലാക്കും. വലിയ വോളിയം ബിസിനസ് നടക്കുക ഇങ്ങനെയുള്ള എക്സിബിഷനുകൾ. മറ്റൊന്ന് ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങാം. അതൊരു ഐസ്ക്രീം പാർലർ ആവാം, അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ആവാം, അല്ലെങ്കിൽ മക്ഡൊണാൾഡ്, ബർഗർ കിങ്, അതൊക്കെ വലിയ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസികളാണ്. അപ്പൊ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ട്രെയിനിങ്ങും ഈ പേരന്റ് കമ്പനി നമുക്ക് ചെയ്തു തരും. ഈവൻ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്തു തരും, അവർക്ക് അതിന്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർസ് ചെയ്തു തരും, അവരുടെ ഫുഡാണെങ്കിൽ അതിന്റെ പ്രത്യേക ആയിട്ടുള്ള ചില ഫോർമുലകൾ ഉണ്ടാവും, അത് നമുക്ക് അവർ തരും. അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം അവർ നടത്തും. അതിന് അവരൊരു വലിയ ഫീസ് ഈടാക്കും. ഇപ്പൊ മക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ഫ്രാഞ്ചൈസി വളരെ എക്സ്പെൻസീവ് അത് കൊടുക്കുള്ളൂ. അത് കിട്ടാൻ എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ചില ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്താലല്ല അത് കിട്ടുള്ളൂ. നമ്മളുടെ കേരളത്തിലുള്ള ചെറിയ ഫ്രാഞ്ചൈസികളാണ് ഈ ദേസി കപ്പ എന്നൊക്കെ പറയുന്ന ജ്യൂസ് കടയുടെ ഒക്കെ ഫ്രാഞ്ചൈസികൾ ഒത്തിരി അടുത്ത കാലത്ത് വന്നിരുന്നു. അതുപോലെ മോമോസ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും നല്ല കഴിച്ചിരിക്കേണ്ട 25 ഭക്ഷണങ്ങളുടെ ലിസ്റ്റിൽ പെട്ട ഒരു സാധനമാണ്. നമ്മളുടെ ഒരു റൈസ് ബോൾ പോലെയുള്ളതിൻ്റെ ഉള്ളില് ഇറച്ചി ഫില്ലിങ്സ് വെച്ചുണ്ടാക്കുന്ന ഒരു ചെറിയ ഐറ്റാണ് മോമോസ് എന്ന് പറയുന്നത്. അതിനൊക്കെ ഈ ആളുകൾക്ക് അങ്ങനത്തെ കടകളിലൊക്കെ അതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെറിയ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നത് നല്ലതാണ്. മറ്റൊന്ന്, നമുക്ക് ഈ മെഷീനറികൾ വാടകയ്ക്ക് കൊടുക്കാം. ആ വാടകയ്ക്ക് കൊടുക്കുന്നത് ഈവൻ ചെറിയ ഡ്രില്ലുകൾ, ജനറേറ്റർ, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഫാന്, ലൈറ്റ്, അങ്ങനെ എന്തും ആവാം. ഇപ്പൊ നമ്മളുടെ തന്നെ വീട്ടിൽ വരുന്ന നമ്മളുടെ ആശാരിമാരുടെ ഒക്കെ പണി ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ട് അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഉളിയും ചിന്തേറിടുന്ന ചെറിയ സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഉള്ളൂ. ഇന്നത്തെ ആശാരിമാരെ ഒന്ന് നോക്കിയേ, അവരുടെ കയ്യിൽ ഒരുപാട് ചെറിയ എക്യുപ്മെന്റുകളുണ്ട്. ഇപ്പൊ കട്ട് ചെയ്യാനായിട്ട് അവർ പ്രത്യേക ഉളി വെച്ചല്ല കട്ട് ചെയ്യണേ, അതൊക്കെ പ്രത്യേകം മെഷീൻ വെച്ച് കട്ട് ചെയ്യുക. അതുപോലെ ചിന്തേറിട്ട് തടി മിനുക്കുന്ന പരിപാടി ഇപ്പൊ ഇന്നില്ല, അതൊക്കെ പ്രത്യേക ഡിസ്ക് വെച്ച് സ്മൂത്ത് ചെയ്ത് പോവാണ്, മെഷീനിൽ ചെയ്യാണ്. അപ്പൊ അതിന് സമയം ഒരുപാട് സേവ് ചെയ്യാം, വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്കുകൾ നടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ എക്യുപ്മെന്റുകൾ, അങ്ങനത്തെ ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് നല്ല പരിപാടിയാണ്. അതിന്റെ വേറൊരു തമാശ, ഇങ്ങനത്തെ എക്യുപ്മെന്റുകൾ എല്ലാം വളരെ ചീപ്പായിട്ട് ഇന്ന് നമുക്ക് നാട്ടിൽ കിട്ടും. അതിന് നമ്മൾ ചൈനയോടാണ് നന്ദി പറയേണ്ടത്. എക്യുപ്മെന്റുകളുടെ 90% സാധനങ്ങൾ ചൈനീസ് ആണ്. അത് വില വളരെ റീസണബിൾ, കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ അവർ വെക്കുന്നത്. പണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡ്രിൽ ഐറ്റങ്ങളൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളുടെയൊക്കെ ഡ്രില്ലുണ്ട്, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഈ ചൈനീസ് സാധനങ്ങൾ വന്നതോടുകൂടി അത് സർവ്വസാധാരണമായി നമ്മളുടെ ജോലികളിലും പണിക്കാരുടെ ഇടയിലൊക്കെ അതൊരു വലിയ റെവല്യൂഷൻ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് വിൽക്കാൻ നോക്കാം, വാടകയ്ക്ക് കൊടുക്കാം. ഈവൻ നമുക്ക്
പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കല്യാണത്തിന് വേണ്ട കാര്യങ്ങൾ, ഡെക്കറേഷൻസ്, അതിനൊക്കെ വേണ്ട ചെറിയ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം, അതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം, പന്തൽ കെട്ടാനായിട്ട് സഹായിക്കാം. വേറൊരു വലിയ പരിപാടിയാണ് ഇവന്റ് മാനേജിങ്. നമ്മൾക്കൊരു കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ, ഈവൻ ഒരു ഫ്യൂണറല്, അങ്ങനത്തെ ഒക്കെ വലിയ ഇവന്റ് മാനേജിങ് ആണ് നടത്തുന്ന ഒരു. അതുപോലെ കോൺഫറൻസുകൾ, ഇപ്പൊ വലിയ സിറ്റികളിലെല്ലാം ഈ കോൺഫറൻസുകളൊക്കെ നടത്തുന്നത് എല്ലാം ഓരോ ഇവന്റ് മാനേജിങ് കമ്പനിയാണ്. അതിനവര് ഇത് വലിയ കോൺഫറൻസുകളുടെ ഇവന്റ് മാനേജിന് അവര് 75 ലക്ഷം 1 കോടി രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇതൊരു പ്രോഗ്രാം എല്ലാം അത് ഓർഗനൈസ് ചെയ്യാനായിട്ട് വലിയ എമൗണ്ട് ആണ്. അപ്പൊ അവരതിന്റെ A to Z കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ ഒരു ബർത്ത്ഡേ പാർട്ടി പോലെയുള്ള ചെറിയ പരിപാടിക്ക് ഇവന്റ് മാനേജ്മെന്റിലുള്ള ആൾക്കാർ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബർത്ത്ഡേ പാർട്ടി എന്നുള്ള ചെറിയ പരിപാടിയാണ്. അതിനാകെ വേണ്ടത് ഒരു പാട്ടും ഒരു തൊപ്പിയും ഒരു മ്യൂസിക്കും ഒരു കേക്കും ഒക്കെ മതി. പക്ഷെ അതും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കൊച്ചിയിലൊക്കെ ഉണ്ട്. അതുപോലെ വേറൊരു പരിപാടിയാണ് ഓൺലൈനായിട്ട് കേക്ക് സപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരവിടുന്ന് നമ്മുടെ വീട്ടിലുള്ള അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർക്ക് കേക്ക് കൊടുക്കാനായിട്ട് അവിടുന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യും. അപ്പൊ ഈ കേക്ക് അവർ പറഞ്ഞ പോലെ ഒരു വലിയൊരു കേക്ക് പെട്ടിയിലൊക്കെ ആക്കി നല്ല പൂവൊക്കെ വെച്ച് അതിന് എല്ലാം കൂടെ കൂടി ഈ കമ്പനി ഇവരുടെ വീട്ടിൽ കൊണ്ടൊക്കെ എടുക്കും. അപ്പൊ ക്രിസ്മസിന് ഒരു കേക്ക് മോൻ UK നിന്ന് അയച്ചത് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരു കേക്ക് തന്നാൽ അത് വളരെ നന്നായിരിക്കില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി അങ്ങനത്തെ ആളുകളുണ്ട്. പൈസ ഉണ്ടാക്കാനുള്ള ഓരോ രീതികളാണ് അതൊക്കെ. പിന്നെ മറ്റൊന്ന് നമുക്ക് ക്ലാസ്സസ്, നമുക്ക് യോഗ അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം, കേക്ക് ഉണ്ടാക്കുക, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അന്ന് പൈസ വാങ്ങിക്കാം. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്കമാലിയിലുള്ള ഏതോ ഒരു കുക്കിങ്ങിന്റെ ഒരു യൂട്യൂബ് ചാനലില് അവർക്ക് മാസം അതായത് 3 ലക്ഷം രൂപയോളം യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഒരു മാസം 3 ലക്ഷം രൂപയോളം വരുമാനം കിട്ടുക. അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിനാണ് കേട്ടോ. യൂട്യൂബിൽ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒത്തിരി സക്സസ്ഫുൾ ആയി ഒരുപാട് ആളുകൾ അതിലേക്ക് കയറി വന്ന് കഴിയുമ്പോൾ അങ്ങനെ പൈസ കിട്ടുള്ളൂ. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ലഭിക്കുന്നുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ യൂട്യൂബിലൂടെയും കുക്കിങ്ങിലൂടെയൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ സ്ത്രീകൾക്കൊക്കെ പറ്റിയ വേറെ ഇതാണ് നമുക്ക് ക്ലോത്ത് പ്രിന്റിങ്, അല്ലെങ്കിൽ സാരി എംബ്രോയിഡറി, കട്ട് വർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊടുക്കാം. അതിനൊക്കെ നല്ലൊരു പ്രീമിയം പൈസയും ചാർജ് ചെയ്യാം. പിന്നെ ചെറിയ ചുരിദാറിന്റെ ഒക്കെ ചെറിയ കടകൾ തുടങ്ങുക, ഓൺലൈൻ ആയിട്ടുള്ള കച്ചവടങ്ങൾ, നമ്മൾ പപ്പടം അല്ലെങ്കിൽ അച്ചാറുകൾ, ബേബി ഡ്രസ്സസ്, ഇങ്ങനെയുള്ള ചില ഐറ്റങ്ങളൊക്കെ ഓൺലൈനിലൂടെയൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്ന് നമുക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് വിൽക്കുകയും ഒക്കെ ചെയ്യാം. അതിലൂടെയും ഇൻഷുറൻസ് കമ്പനി നമുക്ക് വലിയ പൈസ വരുമാനം തരും. പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വലിയ കമ്പനികളുണ്ട്, ടപ്പവേ, ആംവേ എന്നൊക്കെ പറയണേ. അതിനകത്തൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് അതും മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് ഒരു ഷെയർ കിട്ടാം. ഇനി അടുത്തായിട്ട് ഞാൻ നമുക്കൊരു എക്സ്ട്രാ വരുമാനത്തിന്റെ ഇതിനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കർഷകനും ഒരു ഗ്രാമത്തിലൊരു കർഷകനുണ്ടായിരുന്നു. അയാൾ താറാവിനെ വിട്ടിട്ടാണ് അയാൾ വളർത്തിയിട്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം ഈ കർഷകൻ മുട്ട എടുക്കാൻ ചെന്നപ്പോൾ അതിനകത്ത് ഒരു മുട്ട ഇങ്ങനെ സ്വർണ്ണ നിറത്തിലിരിക്കുക. അപ്പൊ കർഷകൻ വിചാരിച്ചു അത് പിള്ളേരാരെങ്കിലും കളിപ്പിക്കാനായിട്ട് ഒരു പെയിന്റ് അടിച്ച് വെച്ചായിരിക്കും. അയാൾ അത് എടുത്ത് കളയാനായിട്ട് കയ്യിലെടുത്ത് വെക്കാൻ അതിന് നല്ല വെയിറ്റ് തോന്നി. അപ്പൊ അത് കൂടുതൽ പരിശോധിച്ചപ്പോൾ അതൊരു സ്വർണ്ണ മുട്ടയാണെന്ന് മനസ്സിലായി. അപ്പൊ കർഷകൻ വളരെ സന്തോഷിച്ചു. പിറ്റേ ദിവസവും കർഷകൻ മുട്ട എടുക്കാൻ ചെന്നപ്പോൾ ഈ ഒരു മുട്ട ഇങ്ങനെ സ്വർണ്ണത്തിലിരിക്കുകയാണ്. അപ്പൊ കർഷകൻ നോക്കിയപ്പോൾ അതൊരു വെളുത്ത താറാവാണ് മുട്ട ഇടുന്നതെന്ന് കർഷകൻ മനസ്സിലായി.
ഇത് എല്ലാ ദിവസവും ഓരോ മുട്ട ഈ താറാവ് ഇങ്ങനെ ഇട്ട് തുടങ്ങി. അപ്പൊ ഈ സ്വർണ്ണമുട്ടകൾ വിറ്റ് കർഷകൻ വലിയ വലിയ പണക്കാരനായി. സമ്പത്ത് കൂടി കൂടി വന്നപ്പോൾ കർഷകന് അത്യാർത്തിയും കൂടി. അപ്പൊ അപ്പൊ കർഷകൻ വിചാരിച്ചു എല്ലാ ദിവസവും ഈ സ്വർണ്ണമുട്ടയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. അപ്പൊ നമുക്ക് ആ താറാവിനെ കൊന്ന് എല്ലാ മുട്ടയും കൂടെ ഒന്നിച്ചെടുത്ത് അതൊരു നല്ല കാര്യമല്ലേ എന്ന് അയാൾ ചിന്തിച്ചു. അതനുസരിച്ച് അയാൾ ആ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ കൊന്നു. കൊന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ആകെ ഒരു മുട്ടയും പിന്നെ വളരെ ചെറിയ 3-4 മുട്ടകളെ കിട്ടിയുള്ളൂ. പിന്നീട് ഇട്ട് ആ താറാവ് ചത്തുപോവുകയും പിന്നീട് അയാൾക്ക് സ്വർണ്ണമുട്ട കിട്ടിയിട്ടുമില്ല. അപ്പൊ ഈ സ്വർണ്ണമുട്ട ഇടുന്ന ഈ താറാവിനെ കൊന്നോടുകൂടി ഇയാളുടെ ആ വരുമാനത്തിന്റെ ആ പരിപാടി നിന്നുപോയി. പിന്നീട് ഒരിക്കലും അയാൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ സ്വർണ്ണമുട്ട കിട്ടിയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും സമ്പത്ത് തരുന്ന നമ്മളുടെ ഡെപ്പോസിറ്റുകള്, പോസ്റ്റ് ഓഫീസ് സേവിങ്സുകള്, റെന്റൽ ഇൻകങ്ങള്, ചിട്ടികള്, റിയൽ എസ്റ്റേറ്റുകള്, ഇതെല്ലാം നമ്മളുടെ സ്വർണ്ണമുട്ട ഇടുന്ന ഈ താറാവിന് തുല്യമാണ്. അപ്പൊ ഈ വരുമാനം കിട്ടുന്ന ഈ സ്വർണ്ണമുട്ട ഇടുന്ന ഈ താറാവിനെ നമ്മൾ നന്നായിട്ട് പരിപാലിച്ചാലാണ് അത് സ്വർണ്ണമുട്ട തരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ പാസീവ് ഇൻകം വരുന്ന ഈ വഴികളെ നമ്മൾ നന്നായിട്ട് പരിപാലിച്ചാലാണ് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സാമ്പത്തിക അച്ചടക്കം, നല്ല ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എപ്പോഴും ഈ സ്വർണ്ണമുട്ട ഇടുന്ന ആരോഗ്യമുള്ള താറാവിനെ പോലെയാണ്. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലത്തെ സ്വർണ്ണമുട്ടകൾ ഇടുന്ന നല്ല താറാവുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മണി മാനേജ്മെന്റിന്റെ അടുത്ത ടിപ്പ്, നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത പല ചെലവുകളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരും. അപ്പൊ അത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് 3 തൊട്ട് 6 മാസം വരെ ഉള്ള ചെലവുകൾ നമ്മളത് കരുതി വെക്കണം. അത് ഒന്നും പറ്റിയില്ല വെറുതെ ഒരു കവറിലിട്ട് വെക്കാം, കുറച്ച് പൈസ മാറ്റി വെക്കാം, അല്ലെങ്കിൽ അതൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാം. ലിക്വിഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ പെട്ടെന്ന് കിട്ടുന്ന അങ്ങനത്തെ എടുക്കാവുന്ന ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് പൈസ ഒരു 3 തൊട്ട് 6 മാസം വരെ ഉള്ളത് നമ്മൾ പൈസ എപ്പോഴും നമ്മൾ മാറ്റി വെച്ച് വെക്കണം. അത് നമ്മൾ വളരെ എമർജൻസി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യം വന്നു, അത് വേറൊരാളുടെ പൈസ ആണെന്നുള്ള ഒരു രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ. വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വേറൊരു ഏരിയയാണ് നമ്മുടെ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. വീട്ടിലൊരു അസുഖം വന്നാൽ, പെട്ടെന്നൊരു അപകടം പറ്റിയ നമ്മളുടെ ബഡ്ജറ്റിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് ആകെ തകിടം മറിയും അല്ലേ? ഇവനൊരു ചെറിയ ആക്സിഡന്റ് വന്നാൽ തന്നെ നമുക്കൊരു കയ്യോ കാലോ ഒടിഞ്ഞെന്ന് വിചാരിക്കുക, പെട്ടെന്ന് തന്നെ നമുക്കത് ഒരു 50,000 രൂപ തൊട്ട് മുകളിലേക്ക് ചെലവ് വരും. ചെറിയ ഒരു കൈ ഒടിഞ്ഞാലത്തെ കാര്യം പറയണം. അപ്പൊ ചിലരൊക്കെ പറയും അങ്ങനെ ആക്സിഡന്റ് ഒക്കെ അപകടമൊക്കെ പറ്റിക്കാൻ അവർ പറയും ഇത് എന്റെ വിധിയാണ്, സമയദോഷമാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയുള്ള അപകടങ്ങളിലും അസുഖങ്ങളിലും ഒക്കെ നമുക്ക് അതിന്റെ പൈസ നമുക്ക് ഇങ്ങോട്ട് തന്ന് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അതൊരു സൂപ്പർ പരിപാടിയല്ലേ? അങ്ങനെ അസുഖങ്ങൾ വന്നാൽ നമുക്ക് അതിന്റെ ചെലവുകൾ തരുന്ന ഒരു പരിപാടിയാണ് മെഡിക്കൽ ഇൻഷുറൻസ്, അതിന്റെ മെഡിക്ലെയിം എന്ന് പറയുന്നത്. അത് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റികൾ ഉണ്ട്. ക്യാഷ്ലെസ് ആയിട്ട് ഇത് മെഡിക്ലെയിം എടുക്കുമ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ട്. അതൊരു പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി അവര് ക്യാഷ് ഇല്ലാണ്ട് തന്നെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിന്റെ ലിസ്റ്റ് നേരത്തെ തന്നെ പറയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ചികിത്സകൾ എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഏത് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ട് പിന്നീട് നമുക്ക് അതിന്റെ ബില്ല് കൊടുത്ത് ആ പൈസ തിരിച്ചു വാങ്ങിക്കാം. റീഇംബേഴ്സ്മെന്റ് എന്ന് അതിന് പറയാം. ഈ ആശുപത്രി ചെലവുകൾ എപ്പോഴും വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. ഉദാഹരണത്തിന്
ഇപ്പൊ നമ്മളൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തണമെങ്കിൽ നമുക്ക് ഏകദേശം 35 ലക്ഷം രൂപയോളം ചെലവുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റിനാണെങ്കിൽ അത് ഒരു 20 ലക്ഷം രൂപയോളം വരും. മുട്ട് മാറ്റുന്നതൊക്കെ ഇപ്പൊ ഒരു ഫാഷനും ഇപ്പൊ അത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. മുട്ട് മാറ്റി വെക്കുന്നതിന് ഒരു മുട്ടിന് 1.5 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെ വരും. അതുപോലെ ഹാർട്ട് അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അതുപോലുള്ള അസുഖങ്ങൾ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കും. ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്നതിന് 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ ചെലവ് വരാം. അതുപോലെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റാനായിട്ട് നമുക്ക് സ്റ്റെന്റ് ഇടാം. സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമാണ്. അത് നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആ ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുക ചെയ്യുന്നു. അതിന് ഒരു സ്റ്റെന്റിന് 1 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയൊക്കെ വരും. സ്റ്റെന്റിന്റെ തമാശ ഒരാൾക്ക് പല ബ്ലോക്കുകൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും ബൈപ്പാസ് ആണ് ചെലവ് കൂടുതൽ, സ്റ്റെന്റിന് കാഴ്ച കുറവാണെന്ന് വിചാരിക്കും. പക്ഷെ നേരെ തിരിച്ചാ, സ്റ്റെന്റ് ഇടുന്നതിന് പലപ്പോഴും ചെലവ് കൂടുതലാണ് വരിക. അതിന്റെ കാരണം ഒരാൾക്ക് പല ബ്ലോക്കുകൾ ഉണ്ടാവാം, 3-4 ബ്ലോക്കുകൾ ഉണ്ടാവാം. പക്ഷെ 3-4 ബ്ലോക്കിലും ഡോക്ടേഴ്സ് നോക്കിയിട്ട് അത് സ്റ്റെന്റ് ഇടും. അപ്പൊ അതിന്റെ കോസ്റ്റ് എപ്പോഴും കൂടിപ്പോകും. അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഒത്തിരി ചെലവാണ്. നമുക്ക് 5 ലക്ഷം തൊട്ട് 50 ലക്ഷം രൂപ വരെയൊക്കെ അത് മുകളിലേക്കൊക്കെ അതിന്റെ ട്രീറ്റ്മെന്റ് പോകും. ക്യാൻസർ ട്രീറ്റ്മെന്റിന് നമുക്ക് നമ്മുടെ കോഴിക്കോട് MBR ഹോസ്പിറ്റലില് നമുക്ക് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. 10,000 രൂപ നിങ്ങൾ അവർ ഡെപ്പോസിറ്റ് ഇടുക. MBR ക്യാൻസർ റിസർച്ച് ഹോസ്പിറ്റലിൽ 5 ലക്ഷം രൂപയ്ക്കുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഫ്രീ, ലൈഫ് ഫുൾ. അത് നമ്മൾ 20,000 രൂപ ഇട്ട് 10 ലക്ഷം രൂപ കിട്ടും. 5,000 രൂപ വെച്ച് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കവറേജ് കൂടിക്കൊണ്ടിരിക്കും. അത് വളരെ ചെലവ് കുറഞ്ഞ ഒരു ക്യാൻസർ കവറേജ് ആണത്. നമ്മുടെ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു ക്യാൻസർ കവറേജ് ആണ് അവർ തരുന്നത്. അത് നേരത്തെ അവരത് ഇത് 10,000 ആയിരുന്നു, ഇപ്പൊ അത് കുറച്ച് കൂട്ടിയെന്ന് പറയണ കേട്ടു. ഈ സ്കീം തുടങ്ങിയിട്ട് അതിന്റെ കുറച്ച് വർഷങ്ങളായുള്ളൂ. അങ്ങനെയുള്ള കവറേജിൽ എടുക്കുന്ന ഒത്തിരി നല്ലതാണ്. അതുപോലെ കവറേജ് എടുക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ ക്ലെയിം എടുക്കുമ്പോൾ വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എപ്പോഴും നമ്മുടെ പേരൻസിനെ കൂടെ കവർ ചെയ്യണം. ഇപ്പൊ എപ്പോഴും നമ്മുടെ പേരൻസിന് ഒരു അസുഖം വന്നാൽ അതിന്റെ ചെലവ് നമ്മൾ തന്നെയല്ലേ എടുക്കേണ്ട വരിക. ഈ പ്രായമാകുമ്പോൾ അവർക്കാണ് അസുഖം വരാൻ ഒത്തിരി സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പേരൻസിനെ കവർ ചെയ്യാൻ വിട്ടുപോകും. അത് പിന്നീട് വലിയൊരു ബാധ്യതയായിട്ട് മാറും. എപ്പോഴും മെഡിക്കൽ ക്ലെയിമുകൾ 60 വയസ്സിന് മുമ്പ് ആയിട്ട് എടുക്കുന്നതാണ് ഒത്തിരി നല്ലത്. 60 വയസ്സിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ലൈഫ് ലോങ് ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. എല്ലാ വർഷവും അത് കറക്റ്റായിട്ട് പുതുക്കാൻ വിട്ടുപോകരുത്. ഒരു വർഷം നമ്മൾ വിട്ടുപോയാൽ നമുക്ക് അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് കൃത്യമായിട്ട് എല്ലാ വർഷവും പുതുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് കണ്ടിന്യൂസ്ലി ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് അതിന് ഒരുപാട് കിട്ടുക. അതുപോലെ ആവറേജ് ഒരു 3 ലക്ഷം രൂപയ്ക്കെങ്കിലും നമ്മൾ കവറേജ് എടുത്തിരിക്കണം മെഡിക്കൽ. 5 ലക്ഷം രൂപയെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുവരെ മെഡിക്കൽ ക്ലെയിം എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യാവോ? മെഡിക്കൽ ക്ലെയിം അങ്ങനത്തെ ഇത് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ചെയ്യാവോ? എനിക്കതവിടെ കാണാൻ പറ്റുന്നില്ല. ആഷിഖ് ഞാൻ എടുത്തിട്ടില്ല, എന്റെ വീട്ടിലും ഇല്ല. ആഷിഖ് എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞേ? വീട്ടിലും ഇല്ല, വീട്ടിലാർക്കും ഇല്ല. ഓക്കെ, ബാക്കി എല്ലാവരും എടുത്തിട്ടുണ്ട് അല്ലേ? ഞാനും എടുത്തിട്ടില്ല സാർ, ഞാൻ ടൈപ്പ് ചെയ്യാൻ മെഡിക്കൽ പെടുത്താൻ പറ്റുമോ? എനിക്ക് ഡിസ്റ്റർബൻസ് വരുന്നത്, നമുക്ക് പിന്നെ അതിലേക്ക് പിന്നെ വരാം. ഞാനത് കണ്ടിന്യൂ ചെയ്യും. ESI ആണ് ചോദിക്കുക. ESI അതില് പെടുത്താൻ പറ്റുമോ ആ കാറ്റഗറിയിൽ? നമുക്ക് ESI മെഡിക്കൽ ഇൻഷുറൻസ് കാറ്റഗറി പെടുത്താം. ESI ആക്ച്വലി ഒത്തിരി നല്ലതാ ഇപ്പൊ. അപ്പൊ ESI ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് തന്നെയാണ്. അതിനുള്ള ഇപ്പോഴത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ
ഇപ്പൊ നമുക്ക് ESIയിൽ ഇല്ലാത്ത ട്രീറ്റ്മെന്റ് പുറത്തെ വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫറൽ കിട്ടും. അപ്പൊ വലിയ ഹോസ്പിറ്റലില് സർക്കാർ ചെലവിൽ നമുക്ക് എല്ലാ വലിയ ചികിത്സകളും ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ESIയിൽ നമ്മൾ പെടുന്നത് നല്ലതാണ്. നമ്മുടെ പേരൻസും കൂടെ അതിൽ ഓട്ടോമാറ്റിക് കവർ ആവും. അത് നല്ലതാണ്. അപ്പൊ മിക്കവരും എടുത്തിട്ടുണ്ട്, കുറച്ച് പേര് എടുക്കാത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം എടുക്കുമ്പോ ജലീൽ സാറെ ഒന്ന് ഇത് മ്യൂട്ട് ചെയ്യാവോ? സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ആദ്യമായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളത് ബാങ്ക് ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള എടുക്കുന്ന നല്ലത്. അതിന്റെ പ്രീമിയം ഒത്തിരി കുറവാണ്. ഉദാഹരണത്തിന് ഒരു 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് നമുക്കൊരു 10,000 രൂപയാ എല്ലാ ഫാമിലിയും കവർ ചെയ്യുന്നതിന് വരുള്ളൂ, അല്ലെങ്കിൽ അത് താഴെ വരുള്ളൂ. അത് എല്ലാ ബാങ്കുകളും തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അതിങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ചെലവ് ഒത്തിരി കുറവായതുകൊണ്ട് ആദ്യമായിട്ട് എടുക്കുന്നവർ എപ്പോഴും ഈ ബാങ്ക് ടൈപ്പിലുള്ള മെഡിക്ലെയിം എടുക്കുന്നത് നല്ലത്. ഇനി ഓൾറെഡി എടുത്തിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കവറേജ് എല്ലാ വർഷവും അത് 10% വെച്ച് കൂട്ടാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ എല്ലാ വർഷവും കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരിക്കുക. അതൊരു മിനിമം ഒരു 5 ലക്ഷം രൂപയിലേക്കെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക. അത് കുറേശ്ശെ കൂട്ടുക. പിന്നെ ഓൾറെഡി എടുത്തവർക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, അവർക്ക് വലിയ തുകയ്ക്കുള്ള സൂപ്പർ ടോപ്പപ്പ് എന്ന വേറെ ഒരു സ്കീം ഇതിന്റെ കൂടെ എടുക്കാം. ഓൾറെഡി ചെറിയ മെഡിക്ലെയിം ഉള്ളവർക്കാണ് സൂപ്പർ ടോപ്പപ്പ് മെഡിക്ലെയിം എടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതും എല്ലാം ഓൺലൈനായിട്ട് എടുക്കാൻ കിട്ടും. ഈ മെഡിക്ലെയിം എല്ലാം ഇപ്പോൾ ഓൺലൈൻ കിട്ടും. അത് കൂടുതൽ നല്ലതാണ്, അതിന് ചെലവ് കുറവാണ്. ഈ സൂപ്പർ ടോപ്പപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു 20 ലക്ഷം രൂപയുടെ സൂപ്പർ ടോപ്പപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാം. 20 ലക്ഷം രൂപ എടുക്കുന്നതിന്, ഓൺലൈൻ എടുക്കുന്നതിന്, സൂപ്പർ ടോപ്പപ്പ് എടുക്കുന്നതിന് നമുക്ക് ഏകദേശം ഒരു 15,000 റുപ്പീസേ വരുന്നുള്ളൂ. 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ ഇത്രയും വലിയ തുകകൾ കവർ ആവും. പക്ഷെ അതിന് ചില കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വരെയുള്ള ഒരു ബേസ് പോളിസി വേണം, ചെറിയ ഇൻഷുറൻസ് വേണം. അതിന്റെ മുകളിലേക്ക് ചെലവ് ഒറ്റയടിക്ക് വന്നാൽ മാത്രമാണ് അത് കവർ ആവുള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്നൊരു ക്യാൻസറിന്റെ അസുഖം വന്നു, വലിയൊരു തുക വന്നു വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 8 ലക്ഷം രൂപയുടെ ഒരു ചെലവ് വന്നെങ്കിൽ ഈ സൂപ്പർ ടോപ്പ് ആക്ടിവേറ്റ് ആവും. അതല്ല, ഇപ്പൊ നമുക്ക് ഒരു കയ്യോ കാലം ഒടിഞ്ഞു, 1 ലക്ഷം രൂപയുടെ ചെലവ് വന്നോളൂ. അപ്പൊ ഈ സൂപ്പർ ടോപ്പ് ആക്ടിവേറ്റ് ആകില്ല. നമ്മളുടെ ബേസ് പോളിസിയിൽ നിന്നാണ് ആ ചെലവ് പോകുള്ളൂ. അപ്പൊ ഓൾറെഡി മെഡിക്ലെയിം എടുത്തിട്ടുള്ളവര് കുറേശ്ശെ കൂട്ടുക, സൂപ്പർ ടോപ്പ് പോലെയുള്ള പോളിസികൾ എടുത്ത് അത് ടോപ്പപ്പ് ചെയ്യുക. അതൊന്നും ഒത്തിരി ചെലവുകളില്ല. ഇതൊന്നും നമ്മളുടെ ആളുകൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം. ഈ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് ഏജന്റുകൾ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നില്ല, അവരത് മാർക്കറ്റ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അവർക്കത് കമ്മീഷൻ വളരെ കുറവാണ്. പിന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് അത് എടുക്കുന്ന കമ്പനികൾക്ക് എപ്പോഴും ലോസാണ്, അവർക്ക് എപ്പോഴും നഷ്ടമാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ അത് ഓർമ്മ വരുന്ന പറയാം. ഇപ്പൊ കാത്തലിക് സഭ അവർക്കുള്ള എല്ലാ ആളുകൾക്കും കൂടെ വേണ്ടി അവര് ഒരു ഗ്രൂപ്പ് മെഡിക്ലെയിം എടുത്തു, ഒരു 5 കൊല്ലം മുമ്പാണ്. അപ്പൊ അതിന്റെ പ്രീമിയം ഏതാണ്ട് 1.5 കോടി രൂപ വന്നു. അത് എറണാകുളത്താണ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു, എറണാകുളത്ത്. അതെ. അപ്പൊ അവിടുത്തെ എല്ലാ സഭയിലുള്ള എല്ലാവരെയും പെടുത്തി അവർ 1.5 കോടി രൂപയോളം പ്രീമിയം അടച്ചു. എന്നിട്ട് ഈ 1.5 കോടി പ്രീമിയം അടച്ചിട്ട് അവർക്ക് 2.5 കോടി രൂപ തിരിച്ചു കിട്ടി. എന്ന് വെച്ചാൽ ഈ 1.5 കോടി പ്രീമിയം അടച്ച ഈ ഗ്രൂപ്പ് മെഡിക്ലെയിമിന് കമ്പനിക്ക് 2.5 കോടി രൂപ കൊടുക്കേണ്ട വന്നു. അപ്പൊ ഈ കമ്പനിക്ക് ഇത് എപ്പോഴും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അവരത് മാർക്കറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് ചോദിച്ച് അങ്ങോട്ട് ചെന്നെടുക്കുക. ഇനി അതുപോലെയുള്ള വേറൊരു അത് പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളുടെ ലൈഫ് എപ്പോഴും ഇൻഷുർഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഇൻകം ഏണർ ആകുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിലെ മെയിൻ ഇൻകം ഏണർ നിങ്ങളാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ഈ അങ്ങനത്തെ അവസ്ഥകളിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയ നമ്മളുടെ അനന്തരാവകാശി അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു വലിയ തുക കിട്ടുകയാണെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ? ആരെങ്കിലും നമുക്കൊരു വലിയ തുക തരുന്നതായിട്ട് സങ്കല്പിച്ചേ. ഇപ്പൊ നമുക്കൊരു വലിയ അപകടം വന്നു, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു, ഒരു വലിയ തുക നമ്മുടെ കുടുംബത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതാണ് ടേം അഷുറൻസ് ചെയ്യുന്നത്. നിങ്ങൾ ഇല്ലാതെ വന്നാലും നിങ്ങളുടെ കുടുംബത്തിന്
മുമ്പോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥ വരിക. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാവാം, അവരുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാവാം, ചെലവുകൾക്കൊക്കെ ആ പൈസ വെച്ച് പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. ഇങ്ങനെ എടുക്കുന്ന ലൈഫ് മാത്രം ആയിട്ട് എടുക്കുന്ന പോളിസിക്കാണ് ടേം അഷുറൻസ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഓൺലൈൻ ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോൾ അതിന് പൈസ ഒത്തിരി കുറവുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ 2-3 ഇരട്ടി പൈസ വരും. അപ്പൊ അത് ഓൺലൈൻ ആയിട്ട് നമുക്ക് നെറ്റിലെല്ലാം ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഫുൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മുടെ ലൈഫ് ഒരു 50 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരും അങ്ങനെ വലിയ തുകയ്ക്ക് ഉള്ള ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ മറ്റ് ഇൻഷുറൻസുകൾ, മണി ബാക്ക്, എൻഡോമെന്റ്, യൂലിപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള വേറെ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനത്തെ ഇൻഷുറൻസുകൾ കഴിവതും നമ്മൾ എടുക്കാതിരിക്കാൻ നല്ലത്. ഈ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും അത് രണ്ടും 2 കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ലൈഫ് കവർ ആയിരിക്കണം. അതിനാണ് നമ്മൾ ഈ ടേം അഷുറൻസ് എടുക്കണം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് നമ്മൾ ഈ ഇൻഷുറൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒത്തിരി കൂടുതൽ പൈസ ചെലവാകും. ഈ യൂലിപ്പ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഇൻഷുറൻസിന്റെ ഒരു സ്കീമാണ് യൂലിപ്പ്, യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പോളിസി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം അടയ്ക്കുക, നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര രൂപ തരും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഒരു ഇതിലേക്ക് ചാക്കിട്ട് കൊണ്ടുവരുന്നത്. എപ്പോഴും ഈ ഇങ്ങനത്തെ ഏജൻസ് നമ്മളെ വലിയ തുക 10 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ ഇത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യണത്. അതിന്റെ ഒരു തമാശ, ഈ 10 ലക്ഷം 20 ലക്ഷം രൂപ കിട്ടുന്നത് 20 കൊല്ലമോ അല്ലെങ്കിൽ 30 കൊല്ലമോ കഴിഞ്ഞിട്ടാണ്. അന്ന് അത് അത്ര വലിയ തുകയല്ല. പക്ഷെ നമുക്ക് ഇന്ന് കേൾക്കുമ്പോൾ അത് ഏതാണ്ട് വലിയ സംഭവമായിട്ട് തോന്നും. നമ്മൾ അതിനകത്ത് വീണ് ഒത്തിരി പേര് വെൽത്ത് ഡിസ്ട്രോയ് ചെയ്യുന്നത് കാണാറുണ്ട്, ഇങ്ങനത്തെ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് മിക്സ് ചെയ്ത്. അപ്പൊ അത് എപ്പോഴും 2 ആക്കി ചെയ്യുക. എപ്പോഴും ഓൺലൈനായിട്ട് ചെയ്യുക. ഓൺലൈനായിട്ട് എപ്പോഴും ചീപ്പാണ്. പിന്നെ അടുത്തായിട്ടുള്ളതാണ് നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ലോൺ എടുക്കാണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് പലവിധ ആവശ്യങ്ങൾ വരും. എല്ലാവരും തന്നെ പല വിധത്തിലുള്ള ലോണുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ലോണിൽ തന്നെ നല്ല ലോൺ, ചീത്ത ലോണുണ്ട്. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ലോൺ നല്ല ലോണാണെന്ന് പറയാം. കാരണം ആ എഡ്യൂക്കേഷൻ ലോൺ വഴി നമുക്കൊരു വലിയ കരിയറിലേക്ക് നമ്മൾ എത്തുകയും അതുവഴി നമുക്കൊരു നല്ല ജോലി കിട്ടുകയും നമ്മുടെ ഹോൾ ജീവിതം തന്നെ മാറിപ്പോകും. ഒരു നല്ലൊരു കരിയറിലേക്ക് കിട്ടിയാൽ നമ്മുടെ തലവര മാറും. ഹോൾ നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതകാലം മുഴുവൻ. അപ്പൊ അതൊരു നല്ല ലോണാണ്. അത് ഹൗസിംഗ് ലോൺ, നമുക്കൊരു കിടപ്പാടം വേണം, അതൊരു ബേസിക് നെസസിറ്റിയാണ്. അപ്പൊ ഈ ഹൗസിംഗ് ലോണും നല്ല ലോണായിട്ടാണ് പെടുത്തുന്നത്. പക്ഷെ നമ്മളൊരു ബ്ലേഡ് ലോൺ എടുക്കുക, ക്രെഡിറ്റ് കാർഡ് ലോൺ എടുക്കുക, പേഴ്സണൽ ലോൺ എടുക്കുക, ഇതിനെല്ലാം പലിശ കൂടുതലാണ്. ഇതെല്ലാം നമുക്കൊരു ബാഡ് ലോൺ എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഈ ഓൺലൈൻ ലോണുകൾ ഇപ്പൊ വലിയ അപകടമാണ്. ഇപ്പൊ ഇന്നും കൂടെ എൻ്റെ മൊബൈലില് എനിക്കൊരു ഓൺലൈൻ ലോണിന്റെ ഒരു മെസ്സേജ് വരിക. നിങ്ങൾ ഓൺലൈൻ ലോൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, വേണോ? അത് ചുമ്മാ ഇങ്ങനെ മാർക്കറ്റിംഗ് കമ്പനികൾ ഇങ്ങനെ അയച്ച ആൾക്കാരെ പറ്റിക്കുക. അപ്പൊ ഓൺലൈൻ ലോണിൽ നമ്മൾ മനോരമ പത്രത്തിൽ ഒരു മാസം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. 10,000 രൂപ ഓൺലൈൻ ലോൺ എടുത്ത ഒരാൾക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് തിരിച്ചടച്ചിട്ടും അയാളുടെ കടങ്ങൾ തീർക്കാൻ പറ്റിയില്ല. അത് ഒരു ലോൺ അവർ വേറെ ലോണിലേക്ക് മാറ്റി അങ്ങനെ മാറ്റി ഒരു വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ അങ്ങനത്തെ ഓൺലൈൻ ബ്ലേഡ് ലോണുകളൊക്കെ എടുക്കാതിരിക്കുക. പിന്നെ ഈ ലോണുകളുടെ വേറൊരു തമാശ, ഈ ലോണുകൾ നമ്മുടെ ഇപ്പൊ ഹൗസിംഗ് ലോൺ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ 8% 9% റേഞ്ചിലാണ് ഹൗസിംഗ് ലോണുകളൊക്കെ ഇപ്പൊ ഉള്ളത്. പക്ഷെ ബ്ലേഡ് ലോൺ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും 24-36% ബ്ലേഡ് ലോൺ കിട്ടുന്നത്. ഒരു ആവറേജ് ഒരു ബിസിനസ്സിന് 10% അല്ലെങ്കിൽ 20% ലാഭമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഒരു ബ്ലേഡ് ലോണിൽ 30-40% ഇൻവെസ്റ്റ് ചെയ്ത് ഒരാളൊരു ബിസിനസ് തുടങ്ങിയാൽ അയാൾ അത് ഒരു കാലത്തും നന്നാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അയാള് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് വളരെ കൂടുതൽ, അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിലൊക്കെ വളരെ കൂടുതൽ ചെലവ് ഇൻട്രസ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പൊ അങ്ങനത്തെ ബ്ലേഡിൽ നിന്നൊക്കെ വായ്പ എടുത്ത് നമ്മൾ ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ ബാങ്കുകളിൽ നിന്നാണ് ലോൺ എടുക്കാവുള്ളൂ. ഇനി അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് NBFCകൾ നല്ല
ഈ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡഡ് NBFCകളും തമ്മിൽ ഭേദമാണ്. ഇപ്പൊ മണപ്പുറം അല്ലെങ്കിൽ മുത്തൂറ്റ് എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളാണ്. അവരൊരു ബാങ്ക് പോലെ തന്നെ കോടിക്കണക്കിന് രൂപ ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് മുത്തൂറ്റും മണപ്പുറം പോലെയുള്ളതൊക്കെ. അത് NBFC എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനി. അവർക്ക് ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളെല്ലാം ഒരു ഫിക്സഡ് റൂൾ ഉണ്ട് അവർക്ക്. എന്നാൽ നമ്മുടെ ഇവിടെ അയൽവക്കത്ത് നടത്തുന്ന ബ്ലേഡുകാരന് ഇതൊന്നുമില്ല. അവന്റെ നിയമം അവൻ തീരുമാനിക്കണതാ. ഇന്ന പലിശ, ഇപ്പൊ നാളെ ഇത്ര രൂപ പലിശ, മറ്റന്നാൾ ഇത്ര പലിശ, ഇതൊക്കെ അവൻ തീരുമാനിക്കുക. അതിനകത്ത് ഒരു ട്രാൻസ്പെറൻസി ഇല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറെ ഒരു ടിപ്പാണ് ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ വഴി ചെയ്യുന്ന കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. EMI ഇൻസ്റ്റാൾമെന്റുകൾ കഴിവതും ഒഴിവാക്കുക. നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഹൗസിംഗ് ലോണോ കാർ ലോണോ പോലെയുള്ള അത്യാവശ്യമുള്ളത് മാത്രം EMIയിലോ ലോണുകളൊക്കെ എടുക്കുക. നമ്മളെപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഈ EMI 0% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരസ്യം കാണാറില്ലേ? അതിനകത്തൊക്കെ ഒരുപാട് ചതിക്കുഴികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ EMIകൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് MRPയിലാണ്. ഈ MRPയില് ഈ ഇൻസ്റ്റാൾമെന്റ് തരുന്ന ഫിനാൻസ് കമ്പനിക്ക് ഈ മാനുഫാക്ചർ കമ്പനി പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ നമുക്കത് വലിയ സേവനമായിട്ട് 0% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ ഒരു സാധനം എപ്പോഴും റെഡി ക്യാഷിന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും. നമ്മളിപ്പോൾ ഫ്രിഡ്ജ് TV പോലെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ആവറേജ് 20% 30% ഡിസ്കൗണ്ടിൽ അത് റെഡി ക്യാഷിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ റെഡി ക്യാഷിന് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ TV ഫ്രിഡ്ജ് പോലെയുള്ള വൈറ്റ് അപ്ലയൻസുകളുടെ കച്ചവടം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഓണം സീസണിലാണ്. ആ ഓണത്തിന്റെ ഒരു മാസമാണ് 60% കച്ചവടം നടക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കമ്പനികൾ കൊടുക്കുന്നതും ആ സമയത്താണ്. അപ്പൊ അത് നമ്മൾക്കൊരു വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ ആ സമയത്തേക്ക് മാറ്റി വെക്കുക. നല്ല ഡിസ്കൗണ്ടിലൂടെ നമുക്കത് ഭാഗം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഓരോ കടയിലും ഓരോ സാധനം വിൽക്കുന്നതിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മളത് ഒന്ന് കയറി ഇറങ്ങി നടന്നാൽ നമുക്ക് മനസ്സിലാവും. ഓരോരുത്തരും അത് ബാർഗൻ ചെയ്ത് നമുക്ക് നല്ലൊരു റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേറൊരു വലിയ ചതിക്കുഴിയുടെ ഏരിയ ആണ് നമ്മളുടെ ഡബിൾ യുവർ ഇൻവെസ്റ്റ്മെന്റ്. 3 കൊല്ലം കൊണ്ട് ഇരട്ടി പൈസ തരും, 4 കൊല്ലം കൊണ്ട് നിങ്ങളുടെ പൈസ ഇരട്ടിപ്പിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഒക്കെ ഇങ്ങനെ ആളുകളെ ഒരുപാട് പറ്റിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഏറ്റവും കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പറ്റിപ്പിൽ പെടുന്നത് സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ ഇതിന് അധികം പെട്ടുപോകണം. അങ്ങനെയുള്ള ഇവര് സാമ്പത്തികമായിട്ട് ഇവര് വളരെ ഒരു അരക്ഷിതാവസ്ഥയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവര് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ പെട്ടെന്ന് ചെന്ന് വീഴും. അപ്പൊ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകളിൽ പെടുന്നത്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് തട്ടിപ്പിൽ പെടാനായിട്ടൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് പലർക്കും. അതുകൊണ്ടാണ് നമ്മളുടെ TV-യിലൊക്കെ പല ധന ആകർഷണ യന്ത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ TV-യിലൊക്കെ മാർക്കറ്റ് ചെയ്ത് അതൊക്കെ വാങ്ങിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതൊക്കെ വാങ്ങി ആർക്കാ ധനം കിട്ടണമെന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രോഡക്ട്സുകൾ എപ്പോഴും ആളുകളെ പലതും അതൊരു അബദ്ധത്തിൽപ്പെട്ട് ആളുകളെ അബദ്ധത്തിൽപ്പെടുത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരബദ്ധത്തിൽപ്പെട്ട ആൾ വേറൊരു അബദ്ധത്തിൽപ്പെടുത്തി വേറൊരാളെ പെടുത്തുമ്പോഴാണ് ആ കണ്ണി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിന് പിരമിഡ് സ്കീം എന്നും പോൺസി സ്കീം എന്നൊക്കെ പറയാറുണ്ട്. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ശാരദ സ്കാം എന്ന് പറയുന്ന കൽക്കട്ടയിലെ ഒരു കമ്പനി അനേക കോടി രൂപ അവിടുത്തെ ആളുകളെ പറ്റിച്ചു. അതിൽ നോർത്ത് ഇന്ത്യയിലെ TVI സ്കാം അതായത് 15,000 ആൾക്കാരെ പറ്റിച്ചു. 2 ആൾക്കാരെ ചേർത്താൽ നിങ്ങൾക്ക് പൈസ തരും, 64 ആൾക്കാരെ കിട്ടിയാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരും. അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങളാണ്. ആദ്യത്തെ കുറച്ച് പേർക്ക് കൊടുക്കും, പിന്നെ അത് കിട്ടില്ല. പിന്നെ സഹാറ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് ടീമിനെയൊക്കെ സ്പോൺസർ ചെയ്ത വലിയ ഗ്രൂപ്പാണ്. അവര് അനധികൃതമായിട്ട് വലിയ തുക ഡെപ്പോസിറ്റ് വാങ്ങിയ ആൾക്കാരെ ചീറ്റ് ചെയ്തു. 5,000 കോടി രൂപ പറ്റിച്ചു എന്ന് പറയുന്നത്. അതൊക്കെ അധികം നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ് പൈസ അധികം പോയത്. ഇത് സഹാറ ഗ്രൂപ്പിന്റെ നമുക്ക് ബോംബെയിലൊക്കെ പോയിട്ടുള്ളവർക്ക് കാണാം.
എയർപോർട്ടിന്റെ അവിടെ സഹാറയുടെ വലിയ ഹോട്ടലുണ്ട്, 5 സ്റ്റാർ ഭയങ്കര ഹോട്ടല്. അപ്പൊ ഈ വലിയ ഹോട്ടലിലൊക്കെ വെച്ചാണ് ഇവര് ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുക. ഈ പാവപ്പെട്ട ആൾക്കാരെ വലിയ ആംബിയൻസിലെ ഹോട്ടലൊക്കെ കയറ്റി നല്ലൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് പറ്റിക്കുക ചെയ്യുന്നത്. അപ്പൊ സഹാറ ഗ്രൂപ്പ് വഴി 5000 കോടി രൂപ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനതിൽ കുറച്ചെണ്ണം പറയാം. നമ്മുടെ ശബരി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേരെ പറ്റിച്ചു. പിന്നെ RMP എന്ന് പറഞ്ഞ കമ്പനി 2000 കോടി രൂപ കേരളത്തിൽ നിന്ന് പറ്റിച്ചു. DXN കേരളത്തിൽ പറ്റിച്ച കേരളത്തിലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഈ DXN കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നീട് നാനോ എക്സൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങി. അയാളും കുറെ രൂപ പറ്റിച്ചു. DXN കമ്പനിയൊക്കെ ഇപ്പോഴും ചെറിയ തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ. അതുപോലെ റിയൽ എസ്റ്റേറ്റിലുണ്ട്. ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആളുകളെ ഈ ഫ്ലാറ്റിന്റെ കച്ചവടം അധികം നടക്കുന്ന ഗൾഫിലാണ്. ഗൾഫിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഇവർ നടത്തും, വലിയ എക്സിബിഷൻ നടത്തും. എന്നിട്ട് അതിനകത്ത് വളരെ വലിയ സ്ലൈഡ് പ്രസന്റേഷൻ നടത്തി അവിടെയാണ് അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റ് തന്നെ പലർക്കും വിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതാണ് ആപ്പിളൊക്കെ ചെയ്തത്. അവരൊരു പ്രൊജക്ട് കാണിച്ചിട്ട് ആ ഒരു പ്രോജക്റ്റ് 15-25 അപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊരു 100 പേർക്ക് കച്ചവടം ചെയ്ത് എങ്ങനെ ഇരിക്കും? അങ്ങനെയുള്ള ചീറ്റിംഗ് ചെയ്തു തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങൾ പെടാതെ നോക്കുക. അതുപോലെ വേറൊരു ഇപ്പൊ ഇല്ലാതെ 1.5 ലക്ഷം രൂപയുടെ കിടക്ക എറണാകുളത്ത് മാർക്കറ്റ് ചെയ്ത് കച്ചവടം നടത്തി ആൾക്കാരെ പറ്റിച്ച സംഭവം ഉണ്ടായി. അതിന്റെ തൂവല് അന്റാർട്ടിക്ക എന്നുള്ള പക്ഷിയുടെ തൂവലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പല സാധനങ്ങൾ വെച്ചുണ്ടാക്കി കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞാണ് കിടക്ക വെക്കണത്. അതിന്റെ തമാശ 1.5 ലക്ഷം രൂപയ്ക്ക് കിടക്ക വാങ്ങിക്കാൻ നമ്മുടെ കേരളത്തിലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി. അതാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അത് പലപ്പോഴും ആ സമൂഹത്തിന്റെ ആ താഴെക്കിടയിലുള്ള ആൾക്കാർ ഇതിൽ പെടുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടം. അതുപോലെ മാഗ്നറ്റിക് ബ്രാ, ഹെർബൽ വേസ്, അങ്ങനെ ഒക്കെ ഒരുപാട് ഇങ്ങനെ തട്ടിപ്പ് സാധനങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. അത് ചുരുക്കമായിട്ട് ചില നല്ല കമ്പനികളും ഉണ്ട്. ഇപ്പൊ ടപ്പവെയർ, ആംവേ എന്നൊക്കെ പറയുന്ന നല്ല കമ്പനികൾ പെടുത്താവുന്നതാണ്. ഈ ആംവേയുടെ സിഇഒനൊക്കെ അറസ്റ്റ് ചെയ്തു. അത് ഒരു പിരമിഡ് സ്കീം പോലെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആംവേയുടെ സിഇഒനെ, അതായത് ഫോറിനറാണ്, അയാളെ അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ ഹെഡ് ആയിരുന്ന സജീവ് നായർ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ അതിൽ കുറച്ച് നിയമങ്ങളൊക്കെ മാറ്റി വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആംവേ ഒന്നും ഒരു തട്ടിപ്പ് കമ്പനി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ അവർ വിൽക്കുന്ന സാധനങ്ങള് വളരെ വളരെ വില കൂടുതലാണ്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ പറഞ്ഞു കേട്ടത് മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ 10 ഇരട്ടിക്കാണ് സാധനം വെക്കണത്. നമ്മളുടെ ഹിന്ദുസ്ഥാൻ ലിവർ അല്ലെങ്കിൽ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ പോലുള്ള കമ്പനികൾ മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ 4-5 ഇരട്ടിക്കാണ് വെക്കണേ. അത് അവർക്ക് ഒത്തിരി ചെലവുകളുണ്ട്. അവർക്ക് മാർക്കറ്റിങ്ങിനും ഡിസ്ട്രിബ്യൂട്ടർക്കും ഒക്കെ അതിന് ഇത് പോകും. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ കമ്പനി പറയണത് എന്താ? ഞങ്ങൾ നിങ്ങൾക്ക് സാധനം നേരെ എത്തിക്കണം, ഞങ്ങൾക്ക് ചെലവുകളൊന്നുമില്ല, അപ്പൊ ആ ചെലവ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. പക്ഷെ ആക്ച്വലി എന്താ, അത് വളരെ ഹൈലി പ്രൈസ്ഡ് അത്. അപ്പൊ ഞാൻ ഈ ആംവേ പോലെയുള്ളതിനെ കുറിച്ച് ഞാൻ കൂടുതൽ അത് പഠിക്കാനായിട്ട് ഇടവന്നു. ഇതിനെക്കുറിച്ച് ഞാൻ അതിന്റെ ഒരു മീറ്റിങ്ങിനൊക്കെ പോയിരുന്നു. അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് നമ്മളുടെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നുള്ളൂ. അതിന്റെ പൈസയുടെ 50% മുകളിൽ ഏകദേശം 60% നമ്മൾ കൊടുക്കുന്ന പൈസ, വാങ്ങുന്ന പൈസ അതിന്റെ മേൽത്തട്ടുള്ള ആൾക്കാർക്ക് പോകുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിനെ സഹായിക്കാനായിട്ട് ഞാൻ ആംവേ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അപ്പൊ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് വളരെ ചെറിയൊരു തുകയെ പുള്ളിക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആ പരിപാടി നിർത്തുകയും പുള്ളിയോട് തന്നെ അതിൽ നിന്ന് മാറാൻ അഡ്വൈസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ ജാഗ്രതയോട് കൂടി ചേരുക. പലപ്പോഴും അവർ നമ്മളോട് പറയുന്നത് ജോയിനിങ്ങിന് ഒരു ഫീസ് വെക്കണേ അവർ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാം. നിങ്ങളൊരു 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് 20,000 കിട്ടും, 50,000 കിട്ടും, 1 ലക്ഷം കിട്ടും. എന്നിട്ട് വലിയ ഹോട്ടലിൽ വലിയ മീറ്റിംഗ് വെച്ച് വലിയ വലിയ വരുമാനം കിട്ടിയ കഥകൾ പറഞ്ഞ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുക ചെയ്യും. അതിനകത്തൊക്കെ കഴിവതും
5 minutes ഉള്ളൂ അല്ലേ? ഓക്കെ, അതിലൊക്കെ അകപ്പെടാതെ നോക്കുക. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റുകളെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഐഡിയ, അത് നമ്മൾ ഇങ്ങനെ കാണുന്ന സ്ഥലത്തെല്ലാം നമ്മൾ അതൊരു ID പ്രൂഫായിട്ട് കൊടുക്കരുത്. ഈ പാൻ കാർഡ്, ആധാർ കാർഡും വെച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്യാനൊക്കെ ഉള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡ് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് ID കൊടുക്കേണ്ടതിന് റേഷൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ID അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഇന്റർനെറ്റ് കഫേകളിലുള്ള പോയി ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഫ്രോഡ് കമ്പനികൾക്ക് ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാതിരിക്കുക. ഈ പോൺ സൈറ്റിൽ, ഈ സെക്ഷൽ പോൺ സൈറ്റിൽ കൂടെ ഒക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ എപ്പോഴും വൈറസ് ഫ്രീ ആയിട്ട് നടത്തണം. അത് നമ്മുടെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ എപ്പോഴും വേണം. പിന്നെ മറ്റൊരു ടിപ്പ്, നമുക്ക് ആവശ്യമില്ലാത്ത ലോണുകൾ നമ്മൾ അടച്ചു തീർക്കുക എന്നുള്ളതാണ്. ലോണുകൾ നമുക്ക് സിബിൽ സ്കോർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരേ സ്കോറിംഗ് റേറ്റിംഗ് ഏജൻസികൾ തരുന്ന ഒരു സ്കോറാണ്. സിബിൽ സ്കോർ 700-ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. ഈവൻ ഒരു ബാങ്കിൽ നിങ്ങളൊരു ഡിഫോൾട്ട് വന്നാൽ ആ റിപ്പോർട്ട് എല്ലാ ബാങ്കിലും അതിന്റെ കോപ്പി പോവുകയും നിങ്ങൾക്ക് പിന്നീട് ലോൺ കിട്ടാണ്ട് വരും. അപ്പോൾ ഈവൻ ഒരു ചെക്ക് ബൗൺസ് ചെയ്യുമ്പോൾ തന്നെ സിബിൽ സ്കോർ താഴ്ത്തു പോകും. അപ്പൊ സിബിൽ സ്കോർ കൂട്ടാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ചെറിയ ലോണുകൾ എടുത്ത് കൃത്യമായിട്ട് അടയ്ക്കുന്നതാണ് അത് കൂട്ടാനുള്ള ഒരു വഴി. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കാൻ വിചാരിക്കും. അങ്ങനെ കറക്റ്റ് ആയിട്ട് അടച്ചാൽ സിബിൽ സ്കോർ കൂടും. അതുപോലെ ഒരു ഗോൾഡ് ലോൺ എടുത്തു, കറക്റ്റ് ആയിട്ട് അടച്ചോ, അത് കൂടും. ഒരു ചെക്ക് ബൗൺസ് ചെയ്താൽ തന്നെ അത് കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല ലോൺ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൂടിയ ലോൺ ആദ്യമേ ക്ലോസ് ചെയ്യുക. പിന്നെ മറ്റൊന്നാണ്, നമുക്ക് പെൻഷൻ, നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്യണം. റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്യാനായിട്ട് നമുക്ക് NPS എന്ന് പറയേണ്ട ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ചേരാം. ഗവൺമെന്റ് ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും NPS എടുക്കാം. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും വേണമെങ്കിൽ ചേരാം. നമുക്ക് 60 വയസ്സ് തൊട്ട് അതിൽ പെൻഷൻ കിട്ടും. അതൊരു ദീർഘകാല നിക്ഷേപം പോലെയാണ്. അതിനകത്ത് നമ്മൾ ഇടുന്ന പൈസ അവർ ഓഹരിയിലിട്ട് അല്ലെങ്കിൽ ബോണ്ടിലിട്ട് കോർപ്പറേറ്റ് സെക്യൂരിറ്റിയിലൊക്കെ ഇട്ട് ആ പൈസയെ പെരുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിന് പെൻഷൻ തരുന്നതാണ്. ഗവൺമെന്റ് സ്കീമാണ്. അപ്പോൾ NPS പോലെയുള്ള പെൻഷൻ എടുക്കുന്നത് നല്ലതാണ്. അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധമാണ്. ഗവൺമെന്റ് ഉദ്യോഗം ഇല്ലാത്ത സാധാരണക്കാർക്കും, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും NPS എടുക്കാൻ പറ്റും. അത് ബാങ്കുകൾ വഴി എടുക്കാം, പോസ്റ്റ് ഓഫീസ് വഴി എടുക്കാം, NPSന്റെ വെബ്സൈറ്റ് വഴി എടുക്കാം. നാഷണൽ പെൻഷൻ സ്കീം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് നികുതി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ട് നികുതി ആനുകൂല്യമല്ല, ഭാഗികമായിട്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇൻകം ടാക്സിൽ എക്സംപ്റ്റഡ് ആണ്. അതിന് ഇൻകം ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട് അതിൽ. ഞാൻ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണ്. അപ്പൊ സാമ്പത്തിക ആസൂത്രണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്ന്, നമ്മുടെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യുക. ഒന്നിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. ഹലോ സൗണ്ട് ഇല്ല. സർ, കണക്ഷൻ കട്ടായോ? സൗണ്ട് ഇല്ലല്ലോ. സാറിന് കാണാനില്ല. ഹലോ, സാറിന് കാണുന്നില്ല. കട്ടായി, ലെഫ്റ്റായി പോയിട്ടുണ്ട്. സാർ ഫ്ലോറിന്ന് പോയി ഔട്ടായി, എന്തോ പ്രശ്നമുണ്ട്. വെയിറ്റ് ചെയ്യാല്ലേ, കാരണം സ്ക്രീൻ ഷെയർ ചെയ്ത അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. സാറ് പോയപ്പോ ഞാൻ ടൈം ഓഫ് ആക്കി കേട്ടോ.
സാറിന് കാണാനില്ല. ടൈം ഏതാണ്ട് ആയല്ലോ അല്ലേ? ആ ടൈമായി. ആയി. വൺ അവർ കഴിഞ്ഞല്ലോ. ആ ഒരു മണിക്കൂറും 4 മിനിറ്റും ആയി. ആ ഉം. ഓക്കെ. മാഡം നമുക്ക് റെക്കോർഡിംഗ് അങ്ങ് ഓഫ് ആക്കിയാലോ? ആ ഓക്കെ. റെക്കോർഡിംഗ് അല്ലേ ഓഫ് ആക്കാൻ പറഞ്ഞു? ലൈവ് അല്ലല്ലോ. റെക്കോർഡിംഗ് ആണ് ഓഫ് ആക്കാൻ പറഞ്ഞത്. ക്ലൗഡ് റെക്കോർഡിംഗ് ഓഫ് ചെയ്യും.